ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോമീസ് വ്ലോഗ്. ഇനി അവിടെ കാണിക്കുന്നത് ഒരു ക്യാരറ്റ് പായസത്തിന്റെ റെസിപ്പിയാണ് കേട്ടാ. അപ്പൊ ഇത് ഞാൻ പാക്കറ്റ് പാല് വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് സേമിയയും ചൗവരിയും എല്ലാം ചേർത്തിട്ടുണ്ട്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു പായസത്തിന്റെ റെസിപ്പിയാണ് കേട്ടാ. അപ്പൊ അതിന് വേണ്ടി 2 പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ പാലൊന്ന് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. എപ്പോഴും പാല് തിളപ്പിക്കുന്നതാട്ടാ നല്ലത്. പിന്നെ അതിലേക്ക് 3 ക്യാരറ്റ് ആണ് കേട്ടാ. ചെറുതാണെങ്കിൽ 3 എണ്ണം, വലുതാണെങ്കിൽ 2 എണ്ണം മതിയാവും. ഈ ക്യാരറ്റ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടാ. ഇനി അതിലേക്ക് ഞാൻ 4 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തൊണ്ട് പൊളിച്ചിട്ട് വേണ്ട ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി അതിലേക്ക് ഒരു 15ഓളം കേശനട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ സ്പ്ലിറ്റ് ചെയ്തുള്ള കേശനട്ട് ആയതുകൊണ്ട് 15 എണ്ണം, അല്ലെങ്കിൽ ഒരു 10 എണ്ണം ഒക്കെ മതിയാവും കേട്ടോ. ഇനി അത് മുങ്ങിക്കെടുക്കാൻ പാകത്തിലുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് വേവിച്ചെടുക്കണം. 2 വിസിൽ മതി കേട്ടാ. 2 വിസിൽ കൊണ്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ഫുള്ള് ആവി പോയതിന് ശേഷം തുറന്നാൽ മതി. ഇപ്പൊ 2 വിസിലായിട്ടുണ്ട്. ഇനി ആവി മൊത്തം പോയതിന് ശേഷം തുറന്നാൽ മതി കേട്ടാ. എന്നിട്ട് അതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഞാൻ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരണം. അത് തിളച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ 1/4 കപ്പ് ചൗവരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു പായസത്തിലേക്ക് 1/2 കപ്പ് ചൗവരി മതിയാവും. പക്ഷെ മോൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ചൗവരി, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 1/4 കപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ടോട്ടലി 1/4 കപ്പ് ചൗവരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് തിളച്ച് വെന്ത് വരണം. അപ്പൊ ഇതിന്റെ ഒരു വേവ് എന്ന് പറയാൻ ഇത് ട്രാൻസ്പെറന്റ് ആയിട്ട് വരുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് നമുക്കിത് വെള്ളം ഊറ്റി കളയാട്ടാ. ഇപ്പൊ ഇവിടെ ട്രാൻസ്പെറന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് മുഴുവനായിട്ട് ഊറ്റി കളയാട്ടാ. അപ്പൊ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ഒരു 2 വട്ടം നമ്മൾ വേറൊരു വെള്ളം, തണുത്ത വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടാ. അപ്പൊ ഞാൻ ആദ്യം ഒരു വട്ടം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2ാമത്തെ വട്ടമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു മിക്സഡ് ജാർ എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ തണുക്കാനായിട്ട് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ, അത് ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടാ. എന്നിട്ട് ഫൈൻ ആയിട്ട് ഒന്ന് അടിച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിലാണ് അത് അടിച്ചെടുക്കേണ്ടത്. ഇപ്പൊ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതെങ്ങനെ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി ഒരു പാന് വെച്ച് കൊടുക്കാം. പായസം തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മള്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാട്ടാ. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് സേമിയാണ് ഇട്ട് കൊടുക്കുന്നത്. സേമിയ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല, എന്തായാലും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടാ. അപ്പൊ അത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചൗവരി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം കേട്ടാ. ചവര് ഇതുപോലെ കട്ട പിടിച്ചിട്ടുണ്ടാവും, അതൊന്നും കുഴപ്പമില്ല കേട്ടാ. പാലൊക്കെ ഒഴിച്ച് വരുമ്പോൾ റെഡി ആയി വരും കേട്ടാ. അപ്പൊ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റിന്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാട്ടാ. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പും കൂടി വെള്ളം ഞാൻ ആ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. ഇനി മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ച് വരണം. അതിനുശേഷം നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. ചവ്വരി ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ അതെല്ലാം ഒന്ന് വിട്ട് വിട്ട് വരും. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുള്ളൂ കേട്ടാ. അങ്ങനെ ഓവറായിട്ട് തിളൊന്നും വരില്ല, ജസ്റ്റ് ഒന്ന് തിളച്ച് വരുള്ളൂ. അപ്പൊ നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം കേട്ടാ. ചവരി കുറച്ച് അധികം നേരം അങ്ങനെ വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ കട്ട പിടിച്ചത്. നമുക്ക് വിടുത്തിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ചെറുതായിട്ടും തിളച്ച് വന്നപ്പോ ഞാൻ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ. പാൽ എപ്പോഴും പായസത്തിന് വേണ്ടിയിട്ടാവുമ്പോൾ പാക്കറ്റ് പാലാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടാ. എന്നിട്ട് പായസം തയ്യാറാക്കിയാൽ മതി. പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരണം കേട്ടാ. അപ്പൊ ഇടക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ മധുരത്തിനായിട്ട് ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. 1/2 കപ്പ് മിൽക്ക് മെയ്ഡും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോ മിൽക്ക് മെയ്ഡ് വേണ്ട, പഞ്ചസാര മാത്രം മതിയെങ്കിൽ അങ്ങനെ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. പക്ഷെ ഇതിൽ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ് ആയിട്ട് വരുന്നത് ഈ പായസം കേട്ടാ. ഇനിയിപ്പോ നിങ്ങളുടെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഇല്ല, പഞ്ചസാരയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര മതിയാവും കേട്ടാ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചുക്കുപൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ചുക്കുപൊടിയൊക്കെ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടാ. ചുക്കുപൊടിയൊക്കെ ഇടുമ്പോൾ പായസത്തിന് നല്ലൊരു ഫ്ലേവർ ആണ്. അപ്പൊ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ജീരകത്തിന്റെ പൊടി ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടാ. ഇപ്പൊ പായസം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/4 ടീസ്പൂണിന്റെ പകുതി ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പൊ പായസം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം വേവേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമ്മൾ എല്ലാം വേവിച്ചിട്ടാണല്ലോ ഇതിൽ ഇട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വേവേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി എല്ലാ പായസത്തിനും ചെയ്യുന്ന പോലെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ നെയ്യോട് കൂടി തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വിളമ്പി കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു പായസത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിച്ചത്. അപ്പോൾ ക്യാരറ്റും ചൊവ്വരിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇപ്പൊ തന്നെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. ആ ക്യാരറ്റ് ഒന്ന് വെന്ത് തണുത്ത് വരേണ്ട കാര്യം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഈസിയാണ് കേട്ടോ.
അപ്പൊ ഈ ഒരു പായസം ഫ്രിഡ്ജിൽ കുറച്ചു നേരം തണുപ്പിച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ട്ടോ. ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെ. അപ്പൊ നിങ്ങൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.